അത് സാരിണ്ടോ 70 അയ്യോ ഭഗവാനെ സുരുവാട്ടാ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ താമസിക്കുന്നതിന്റെ അടുത്ത് ഒരു മേളയുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാൻ വേണ്ടി പോവാണ്. അടുത്തായതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. മിന്നൂട്ടിക്കാണെങ്കിൽ കുറച്ച് നടന്നിട്ടാകുമ്പോൾ തന്നെ മടി വന്നു കേട്ടോ. അങ്ങനെ കുറച്ചു നേരം ഞാൻ എടുത്തു, പിന്നെ കുറച്ച് പൂജ എടുത്തു. അങ്ങനെ എല്ലാവരും കൂടി തട്ടിയിട്ടാണ് അവളെ കൊണ്ടുപോകുന്നത്. ഹസ്ബൻഡ് ആണെങ്കിൽ അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു നെല്ലിക്ക മരം കണ്ടു കേട്ടോ. അതിൽ നിറയെ നെല്ലിക്കയായിരുന്നു. പിന്നെ മിന്നൂട്ടിക്കാണെങ്കിൽ ആ നെല്ലിക്ക വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കരച്ചിൽ. പക്ഷെ നമുക്ക് പറിക്കാൻ പറ്റൂല കേട്ടോ. പിന്നെ ഇങ്ങനെ വെറുതെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. താഴെയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അത് ചവിട്ടി എല്ലാവരും ഉടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും പറക്കിയില്ല. പിന്നെ ഇങ്ങനെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നടന്ന് നമ്മൾ എത്താറായിട്ടോ. പിന്നെ മിന്നൂട്ടി ഓട്ടായിട്ടോ. അങ്ങനെ ഓടി നമ്മൾ മേളയുടെ അടുത്ത് എത്തി. നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഹസ്ബൻഡും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറാനുള്ള പരിപാടിയാണ്. ടിക്കറ്റിനാകെ 10 രൂപയുള്ളൂ കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തോട്ട് കയറി പോവാണ്. അകത്തോട്ട് കയറുന്ന സമയത്ത് ഒരു മലയാളീനെ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കയറിയിട്ടതാ അടിപൊളിയാണ്. അകത്ത് ഒരുപാട് ഗെയിംസ് ഉണ്ട്. പിന്നെന്താണ്, ഫുഡൊക്കെ ഉണ്ട്, തുണികളുണ്ട്, ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെല്ലാം ഒന്ന് കറങ്ങി കണ്ടു. അതിനുശേഷം മിന്നൂട്ടി ഫസ്റ്റ് കയറിയത്. അപ്പോൾ നിങ്ങൾ മേളത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു കേട്ടോ. പിടിക്ക് മിന്നു അവിടെ പിടിച്ചേ, പിടിക്കണം. നമ്മളെ കാണുന്നില്ല. ഞാൻ ഒറ്റക്ക് വന്നിട്ട് പെൺകുട്ടി ഒക്കെയാണ്. അതൊക്കെ പേടിച്ചുപോയി. അത് സാരി വെള്ളത്തിൽ പോണ്ടപ്പാ. ഇവിടെ മിന്നു चलने वाली
ओवरफ्लो हो जाए, वो ओवरफ्लो है। മീൻ ഇഷ്ടപ്പെട്ടുവാ ഒന്ന് കൈ കൊണ്ട് ഒന്ന് കറങ്ങിയിട്ടാകുമ്പോ ക്ഷീണം മാറ്റാൻ ഫുഡാ. നോക്കടി ഡീ ഡീ മിന്നു കഴിക്കുമ്പോഴാ പൈസ അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ മിക്കി മൗസിലോട്ട് വന്നു കേട്ടോ. മിക്കി മൗസ് മിന്നൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് കയറിയ പിന്നെ ഇറങ്ങി വരുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട്. കാരണം ഒത്തിരി അവർ 20 മിനിറ്റാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കയറിയിട്ട് എപ്പോൾ തിരിച്ചു വരും എന്നറിയില്ല. ഇതാ മിന്നൂട്ടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടനോട് എനിക്ക് ഇതെല്ലാം കാണിച്ചു തന്നിട്ട് പറയുന്ന നീനകത്തെല്ലാം കയറി പോയിട്ട് എന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ പേടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ്. ഞാൻ പണ്ട് വണ്ടർലയിലെല്ലാം പോയിട്ടാകുമ്പോൾ എല്ലാത്തിനും കയറലുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ കുറച്ച് ധൈര്യക്കുറവുണ്ട്. എന്താ പറയുക, നമുക്ക് ഇതിനകത്ത് കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ കയറിയാൽ എന്തായിരിക്കും സംഭവം എന്ന് നമുക്കറിയാം. കാരണം അതിനകത്ത് കയറുമ്പോൾ ഇല്ല രസമായിരിക്കില്ല. നമ്മൾ ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ തല കറങ്ങിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇറങ്ങി വരുന്നത്. പിന്നെ അവിടെ പോയ ഒത്തിരി കൂക്കും വേണം. വെറുതെ കൂക്കുമ്പോഴാണ് ഒരു രസം. ഞാൻ പണ്ട് വണ്ടർലയിൽ പോയിട്ടാണെങ്കിൽ അതിനകത്ത് കയറിയിട്ട് എൻ്റെ ബേക്കിലത്തെ ഒരാൾ കൂക്കുന്ന കേട്ടിട്ട് ഞാൻ കൂക്കാൻ മറന്നുപോയി. കാരണം അവർ കൂക്കുന്ന കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. അള്ളാ പഠിച്ചോനെ കാത്തോടെ ഞാനിപ്പോൾ ചാവുകേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൂക്കുന്നത്. അപ്പോൾ അത് കേട്ടിട്ടാണെങ്കിൽ എനിക്കാണെങ്കിൽ കൂക്കാനും മറന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അവിടുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മിന്നൂട്ടിയാണെങ്കിൽ അതിൽ കിടന്ന് ഉരുളുന്നുണ്ട് കേട്ടോ. അവളിനി ഇറങ്ങി വന്നിട്ട് വേണം നമുക്ക് അടുത്തേൽ കയറാൻ വേണ്ടിയിട്ട്. അവളവിടെ ഒറ്റക്കാക്കിയിട്ട് പോകാനും പറ്റൂല. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്നില്ല, നിങ്ങൾ എടുക്ക്, ടിക്കറ്റ് എടുക്കും. അങ്ങനെ മിക്കി മൗസ് ഇറങ്ങിയ ശേഷം നമ്മൾ നേരെ ഫിഷ് കാണാനാണ് പോയത്. ഫിഷിനെ കണ്ടപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഇത്രയും ചെറുതാണോ? അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അയ്യോ ഇത്രയേ ഉള്ളൂ, ഇതിനാണ് ഇത്രയും ടിക്കറ്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഇതിൻ്റെ ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടോ, ഞങ്ങളുടെ പിറകിൽ തന്നെ വന്നോളൂ കേട്ടോ. വെള്ളം മാത്രമേ ഇല്ലയോ, മീനില്ല. മാറ് ഉറങ്ങുന്ന രണ്ടാള്. അത് ഉണക്ക് പിന്നെ കൊണ്ടിട്ടതാ. അപ്പൊ അതില് പിന്നെ അതറിയില്ലല്ലോ, ഒരു ഉള്ളിൽ കയറി കിട്ടാമോ. ഇതിൽ മീനില്ലേ? ഉണ്ട്.
ഇതാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ച അത്ര കുഞ്ഞു മാത്രമേ ഉള്ളൂ എന്ന്, പക്ഷെ ഇവിടെ സൂപ്പറാണ്. Excuse me. അങ്ങനെ നമ്മൾ ഫിഷൊക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഒരു പ്രേതാലയത്തിലേക്കാണ്. അപ്പം നിങ്ങൾ അവിടുത്തെ സൗണ്ടൊക്കെ നിങ്ങൾ കേട്ടോളൂ. കാരണം അവിടെ ലൈറ്റൊന്നുമില്ല, അതുകൊണ്ട് നമ്മളൊന്നും കാണാൻ പറ്റത്തില്ല. സൗണ്ട് മാത്രം കേട്ടോ. ഞങ്ങൾ അതിനകത്ത് കയറിയിട്ടുള്ള സൗണ്ട് ഭയങ്കര ഭീകരമായ സൗണ്ടാണ്. നമുക്ക് ഇടുന്നേ പ്രേതത്തിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അകത്ത് കയറിയാൽ എന്താണെന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ കയറാൻ പോവാണ് കേട്ടോ. ഭഗവാനെ സുരുവേട്ടാ ഒന്നിച്ച് വാങ്ങ് എന്റെ കൂടെ അങ്ങനെ നമ്മൾ പ്രേതാലയത്തിലൊക്കെ കയറിയിട്ട് പേടിച്ച് വരച്ചിറങ്ങി കേട്ടോ. പൂജയൊക്കെ ആണെങ്കിൽ ഫസ്റ്റേ തിരിച്ചോടി. അവിടുന്ന് ഹസ്ബൻഡ് ആദ്യമേ പിടിച്ചു കൊണ്ടുവന്നിട്ട് ആണ് അതിൻ്റെ ഉള്ളിൽ കയറ്റിയത്. പിന്നെ ഞങ്ങളൊക്കെ ഇറക്കിയ ശേഷം ഹസ്ബൻഡ് ഒന്നും കൂടി കയറി കേട്ടോ. കാരണം ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല, അവർക്ക് ഒന്നും കൂടി കയറി. ഞങ്ങളെല്ലാവരും ആണെങ്കിൽ പേടിച്ച് വിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇനി ആ പരിപാടിക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ മിന്നൂട്ടിയാണെങ്കിൽ ഒരു പഞ്ഞി മിഠായി വാങ്ങിച്ചു. ഞങ്ങളാണെങ്കിൽ എന്താണ് ചോളപ്പൊരിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ അവിടെ പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കാപ്പിക്കും പിന്നെന്താണ് കാപ്പിയും ചോളപ്പൊരിയും പഞ്ഞി മുട്ടായി. അങ്ങനെ മിന്നൂട്ടിക്ക് പഞ്ഞി മുട്ടായിട്ട് ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അത് വിൽക്കാൻ തുടങ്ങി കേട്ടോ. മിന്നൂട്ടി ആണെങ്കിൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. മിന്നൂട്ടി കരച്ചിലൊക്കെ വരുന്നുണ്ട് എല്ലാവരും കൂടി വിൽക്കുന്നത് കൊണ്ട്. അങ്ങനെ അവിടെ നിന്നിട്ട് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പോപ്കോണും വാങ്ങിയിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് നടന്നു പോയി. നടന്നു പോകുമ്പോൾ നമ്മൾ നേരത്തെ നോക്കി വെച്ചതായിരുന്നു ഒരു ബോൾ ഉരുട്ടൽ. അപ്പം നമ്മളെന്താണെന്ന് വിചാരിച്ചാൽ ഇതിനകത്തൊരു 4 ബോൾ വീണാൽ 4 എണ്ണത്തിൽ ബോൾ വീണാൽ പ്രൈസ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് 4 എണ്ണത്തിൽ വീണു. പക്ഷെ അതൊക്കെ കൂട്ടിയിട്ട് അവരുടെ കുറച്ച് നമ്പർ എഴുതിയിട്ടുണ്ട്. ആ നമ്പർ സെയിം ആയാൽ മാത്രമേ ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ കുറേ ഇട്ടിന് കേട്ടോ, ഒന്നും കിട്ടിയില്ല. അല്ല 4 എണ്ണത്തിലൊക്കെ വീണായിരുന്നു, പക്ഷെ അത് കൂട്ടിയപ്പോൾ ആ നമ്പർ സെയിം ആയില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. അപ്പം അതൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. मैं जोड़ देता हूँ 6 नंबर है 9 ये कैसे होगा 12 16 ഒന്നുമില്ലേ
അങ്ങനെ ബോൾ എറിയൽ ചീറ്റിപ്പോയി. പിന്നെ നേരെ പോയത് തോക്ക് പൊട്ടിക്കാനാണ്. അതിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മൾ പരിശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ തോക്കെടുത്തിട്ട് വെടിവെച്ചിട്ട് അവിടുത്തെ ഏതെങ്കിലും സാധനത്തിൽ കൊള്ളിക്കണം. അപ്പോൾ അത് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ അതിൻ്റെ പരിശ്രമത്തിലാണ് കേട്ടോ. അങ്ങനെ പൂജയും ഹസ്ബൻഡും മിന്നൂട്ടി എല്ലാവരും വെച്ചു. പക്ഷേ ഒന്നും കിട്ടിയില്ല. എന്നോട് വെക്കാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, കാരണം എനിക്കതിൽ വലിയ പിടിയൊന്നുമില്ല. അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് എന്തിനാ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറി നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. കുണ്ടുണ്ട്. വീണോ അറിയില്ല. സൈഡിൽ നിന്ന് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ട്രെയിനിൽ കയറിട്ടോ. വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഒരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് കയറി. അങ്ങനെ എല്ലാവരും കൂടി കയറി ഇരുന്നിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വലിയ വീമ്പളക്കുന്നുണ്ട്. ട്രെയിൻ പോകുമ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ട്രെയിൻ വിട്ടിട്ട് കുറച്ച് വരുമ്പോൾ ഞാൻ വീഡിയോ ഓഫാക്കിട്ടോ. കാരണം എൻ്റെ മൊബൈൽ താഴെ തെറിച്ചു പോകും തോന്നി എനിക്ക്. അതിൽ സ്പീഡ് കൂടുമ്പോൾ നമുക്ക് പേടിയാന്നില്ലേ. പിന്നെ ഞാൻ വെറുതെ കൂക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ബാക്കിൽ നിന്ന് എല്ലാവരും കൂക്കുന്നതായിട്ട് ഞാനും കൂക്കി. നമുക്കൊരു രസമല്ലേ കൂക്കാനല്ലേ. കൂക്കാൻ കിട്ടുന്ന ചാൻസ് ഒന്നും നമ്മൾ മിസ്സാക്കരുത്. പിന്നെ നമ്മൾ നേരെ പോയത് ഫാൻസിയിലേക്കാണ്. പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഫാൻസി ഐറ്റംസ് ഒക്കെ കുറച്ച് വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് മിന്നൂട്ടിക്ക് ക്ലേ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫാൻസി കണ്ടു കേട്ടോ. നല്ല നല്ല കമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരൊക്കെ വേറെ സ്ഥലത്തേക്ക് പോയി. അതുകൊണ്ട് ഞാനത് വിട്ടിട്ട് പോയി. കമ്മലൊന്നും വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ വന്നാകുമ്പോഴത്തേക്കും പച്ചക്കറി കട്ട് ചെയ്യുന്നത് കണ്ടു. പച്ചക്കറി കട്ട് ചെയ്യാൻ നല്ല രസമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടും. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ, നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിൽ അതിനകത്തോട്ട് വെച്ചിട്ട് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അവരാണെങ്കിൽ നമ്മൾ കുറച്ച് ചോദിച്ചു കേട്ടോ അത് വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരെന്തായാലും റേറ്റ് കുറക്കുന്നില്ല. 350 അവർ പറയുന്നത്. അതിനൊട്ടും തന്നെ അവർ കുറക്കുന്നില്ല. ഫിക്സഡ് റേറ്റാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല കേട്ടോ. അതിന് ഉണ്ടായിരുന്നു കുറച്ച്, ഇതിനേക്കാളും കുറച്ച് വില കുറഞ്ഞതാണ്. അപ്പോൾ നമ്മളത് ചോദിച്ചപ്പോൾ അവർക്കാണെങ്കിൽ കുറച്ച് പൈസയും കുറച്ച് തന്നു. അതുകൊണ്ട് നമ്മൾ അതാണ് വാങ്ങിച്ചത്. ഇത് വാങ്ങിച്ചില്ല. പിന്നെ തോന്നി അത് തന്നെ വാങ്ങാമായിരുന്നു. പക്ഷെ കുറേ പറഞ്ഞിട്ടും അയാൾ വില ഒട്ടും കുറക്കാത്തത് കൊണ്ടാണ് വാങ്ങാത്തത്. പിന്നെ ഇപ്പുറത്തത് വാങ്ങിട്ടോ. അതാണെങ്കിൽ നല്ല രസമായിരുന്നേ അത് കാണാൻ വേണ്ടിയിട്ട്. चाकू से काटेंगे मोटा पतला, बट इसमें ऐसे थोड़ी ऐसे नहीं काटता है। इसमें कुछ भी काट दीजिए। आपको ना नीचे रखने के लिए बर्तन बाउल ट्रे की जरूरत है। आपको नीचे कंटेनर साथ मिलेगा। वो नहीं, ये वाला सब्जी वाला। അങ്ങനെ നമ്മൾ ഈ സാധനം കേട്ടോ വാങ്ങിയത്. സബ്ജി കട്ട് ചെയ്യുന്ന സാധനമാണ് വാങ്ങിയത്. ഇത് നല്ലതാണ് കേട്ടോ. പക്ഷെ എനിക്ക് അത്രയും നല്ലതായിട്ട് തോന്നിയിട്ടില്ല നമ്മൾ ഫസ്റ്റ് കണ്ടത്ര. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ ക്ലേയും തപ്പിയിട്ട് വരികയാണ്. മിന്നൂട്ടിക്കാണെങ്കിൽ ക്ലേ കിട്ടാത്ത ഭയങ്കര സങ്കടമായിരുന്നേ. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിനകത്തൊന്നും ഇറങ്ങിയില്ല. പിന്നെ നമുക്ക് ക്ലേ ഒക്കെ വാങ്ങി പിന്നെ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എന്തെങ്കിലും ഇവിടുന്ന് വാങ്ങിച്ച് കഴിക്കണം എന്നുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വരാൻ നേരത്ത് ഞാൻ നേരത്തെ ഈ ചോളം നോക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് വേണമെന്ന് ഞാൻ നേരത്തെ വാശി പിടിച്ചതാണ്. അങ്ങനെ ഞാനത് ഒരു കപ്പ് വാങ്ങിട്ടോ. അത് ഞാൻ വാങ്ങുമ്പോഴത്തേക്കും എല്ലാവർക്കും വേണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ തപ്പി പിന്നോട്ടേക്ക് ക്ലേയും കിട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോളമൊക്കെ തിന്നിട്ട് മെല്ലെ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും പുറത്ത് മൊത്തം ബലൂണുമായിട്ട് ഒത്തിരി പേര് നിൽക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ 3 ബലൂണും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ഏകദേശം ടൈം ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പം ഞാനും പൂജയും കൂടി നടന്നിട്ട് വന്നു. അവരാണെങ്കിൽ മിന്നൂട്ടിയും ഹസ്ബൻഡും സ്കൂട്ടിയിലും വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മേള കഴിഞ്ഞു. നിങ്ങൾക്ക് മേളയുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പം നമ്മൾ രാത്രി ഇങ്ങനെ നടന്നു വരികയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. നമ്മ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ്.